പാർലമെന്റിൽ കോൺഗ്രസ് നയിക്കുന്ന പ്രതിപക്ഷ സഖ്യത്തിൽ നിന്ന് അകലം പാലിച്ച് DMK ചോദ്യപേപ്പർ ചോർച്ച തടയുവാനുള്ള ഭേദഗതി ബില്ലിന്മേൽ രാജ്യസഭയിൽ നടന്ന വോട്ടെടുപ്പിൽ പ്രതിപക്ഷ പാർട്ടികൾ നടത്തിയ വാക്കൌട്ടിൽ DMK പങ്കാളികളായില്ല. നീറ്റ് പരീക്ഷാ വിവാദത്തിലും വിദ്യാർത്ഥി പ്രക്ഷോഭത്തിനും നേരെ നടന്ന പോലീസ് നടപടിയിലും പ്രതിഷേധിച്ചായിരുന്നു മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ ഈ സഭ വിട്ടിറങ്ങിയത്. എന്നാൽ സഭയിൽ തുടർന്ന് സ്വന്തം നിലപാട് വ്യക്തമാക്കാനാണ് DMK തീരുമാനിച്ചത്. DMKയുടെ ആ നിലപാട് ഏറെ നിർണായകമായിട്ടുണ്ട്. ഏതായാലും ആ വാർത്തയൊന്ന് കാണാം. പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനത്തിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന പ്രതിപക്ഷ തന്ത്രങ്ങളിൽ നിന്ന് DMK വിട്ടുനിൽക്കുന്നത് ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയാകുന്നു. പരീക്ഷാ തട്ടിപ്പുകൾ തടയുന്നതിനായുള്ള പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിന്റെ വോട്ടെടുപ്പ് വേളയിലാണ് രാജ്യസഭയിൽ DMK വേറിട്ട വഴിയെ നീങ്ങിയത്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിലും പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് നടത്തിയ ബലപ്രയോഗത്തിലും പ്രതിഷേധിച്ച് കോൺഗ്രസും മറ്റ് പ്രമുഖ പ്രതിപക്ഷ പാർട്ടികളും സഭ ബഹിഷ്കരിച്ചുകൊണ്ട് പുറത്തു പോവുകയായിരുന്നു. എന്നാൽ സഭയിൽ തുടർന്ന് ബില്ലിന്മേൽ ഭേദഗതി ആവശ്യപ്പെടാനാണ് DMK എംപിമാർ തയ്യാറായത്. നീറ്റ് പരീക്ഷ പൂർണ്ണമായും റദ്ദാക്കണമെന്നതാണ് തങ്ങളുടെ പ്രധാന ആവശ്യമെന്നും അതിൽ വിട്ടുവീഴ്ചയില്ലെന്നും DMK വ്യക്തമാക്കുന്നുണ്ടെങ്കിലും കോൺഗ്രസിന്റെ വാക്കൌട്ട് തന്ത്രത്തോട് ഇവർ യോജിച്ചില്ല. ലോക്സഭയിലും ബില്ലുകളിൽ നടന്ന ചർച്ചകളിൽ പ്രതിപക്ഷ മുന്നണിയുടെ പൊതു നിലപാടിൽ നിന്ന് വ്യത്യസ്തമായി DMK പങ്കാളിയായിരുന്നു. പാർലമെന്റിൽ അംഗബലത്തിൽ മുൻപന്തിയിലുള്ള DMKയുടെ ഈ സ്വതന്ത്ര നിലപാട് വരും ദിവസങ്ങളിൽ പ്രതിപക്ഷ ഐക്യത്തെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ജനം, ഡൽഹി.